ഇതെങ്ങനെയാണ് ഇത് പിടിക്കുന്നത്? അണ്ണാ ഓർമ്മയുണ്ടോ അണ്ണാ കഴിഞ്ഞ പടത്തിൽ നമ്മൾ ഒരുമിച്ച്? നീ എന്താ ഇവിടെ? എനിക്ക് ഈ റോള് തന്നെ ഇതിൽ ബംഗാളിയുടെ റോളാ. ഞാനിത് മെത്തേഡ് ആക്ടിങ് ക്യാരക്ടർ പഠിക്കുകയല്ലേ. പിന്നെ ഒരു കാര്യം, ഈ അണ്ണാ മുണ്ണ വിളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നീ ആകെ 2 പടത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചോളൂ. ഞാൻ 100 പടത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചു. ഞാൻ സീനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, അത് മനസ്സിലാക്കണം. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഈഗോ ക്ലാഷിന്റെ ആവശ്യമുണ്ടോ? റൂം എവിടെയാന്ന് കാണിക്കുക. എങ്ങനെയുണ്ട് സെറ്റപ്പൊക്കെ? സെറ്റപ്പൊക്കെ കൊള്ളാം. പ്രൊഡ്യൂസറാണ്. നിനക്ക് കട്ടിലൊന്നും ഇല്ല, തറയെ കിടക്കണം. അങ്ങനെ പറയല്ലേ, ഒരു കട്ടിൽ ഷെയർ ചെയ്യാം. 3 പേരാണ്. അണ്ണാ ഈ പടത്തിലെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡയലോഗ് ഒപ്പിക്കണം. മനസ്സിലായി? ശ്രദ്ധിച്ചു നോക്ക്, ഇതാണ് ഗോപാൽജി. ഏത് ഗോപാൽജി? ശവം ഗോപാൽജി, പാവങ്ങളുടെ മർലൻ ബ്രാൻഡോ. എടാ പടത്തിലെ ഇനി നായകൻ മോഹൻലാലോ മമ്മൂട്ടിയോ ഇനി ഷാറൂഖ് ഖാനോ ആയിക്കോട്ടെ, ശവത്തിന്റെ വേഷം ആശാൻ തന്നെ ചെയ്യും. ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക് സാർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നീ രക്ഷപ്പെട്ടടാ. ഒറ്റ ഡൗട്ട്, ഈ ഇത്രയും പടത്തിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് എങ്ങനെ ഈ ശവങ്ങളുടെ റോൾ ചെയ്യുന്നേ? പോയാ ഇതാണ് മെത്തേഡ് ആക്ടിങ്. പുള്ളി ക്യാരക്ടറിലോട്ടായി. ഇനി നിന്നിട്ട് കാര്യമില്ല. പോവാ.